ഹായ്, ദിസ് ശ്രീജിൽ കലിങ്ങൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടന്റ് ഡെൽറ്റ കാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡാഷ് ക്യാമറ ആണ്. എല്ലാവർക്കും ഉള്ള സംശയമാണ് ഒരു ഡാഷ് ക്യാമറ വാങ്ങണം എന്നുള്ളത്. പക്ഷേ അത് എങ്ങനെ വാങ്ങണം, ഏത് ബ്രാൻഡ് വാങ്ങണം, എന്തൊക്കെ സ്പെക്ക് ഉണ്ടായിരിക്കണം, അതും നിങ്ങളുടെ വണ്ടിക്ക് ആപ്റ്റായിട്ടുള്ള സാധനമാണോ, ഇതൊക്കെ നിങ്ങളുടെ സംശയമല്ലേ. ഇന്ന് നമുക്ക് നോക്കാം ഒരു ഫുൾ വീഡിയോ തന്നെ ഡാഷ് ക്യാമറ എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും. ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങൾ ഡാഷ് ക്യാമറ എന്തിനാണ് വെക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ നീഡ് എന്താണ്. ഡാഷ് ക്യാമറ പല യൂസിലുണ്ട്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നുള്ള ആക്സിഡന്റ് വരുന്ന റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ബാക്ക് സൈഡിൽ നിന്ന് ആക്സിഡന്റ് വന്ന റെക്കോർഡ് ചെയ്യുന്ന സംഭവമുണ്ട്. ഇത് കൂടാണ്ട് നിങ്ങൾ വണ്ടി ഒരു ഫ്ലാറ്റിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ 24 അവർ റെക്കോർഡിങ്ങുള്ള സംഭവം വരുന്നുണ്ട്. ഇതെല്ലാം കൂടാണ്ട് നിങ്ങളൊരു ഫോറസ്റ്റ് ഡ്രൈവിങ്ങോ പോകുന്ന ആളാണെങ്കിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഈ റെക്കോർഡ് ചെയ്ത വീഡിയോസ്, ഫ്രണ്ടും ബാക്കും വിഷ്വൽ വീഡിയോസ്, ഒരു ആക്സിഡൻ്റ് ആയി തന്നെ ഇത് എവിടെ നിന്നാണ് കിട്ടുക, എങ്ങനെയാണ് ഉപയോഗിക്കുക, എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക, ഇത് ലീഗലായിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും ഒരു പ്രധാന സംശയമല്ലേ. ഇത് പല പ്രൊഡക്റ്റിലും പല രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് പ്രീമിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഒരു മൊബൈൽ ആപ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലിരുന്നിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും നമ്മുടെ മൊബൈലിൽ. അതുപോലെ തന്നെ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്തുള്ള എല്ലാ വിഷ്വൽസിനും ഇതിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലീഗലിന് ഇത് ഉപയോഗിക്കാം. നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയമായിരിക്കും നമ്മുടെ വണ്ടിയിലെ വാറണ്ടി നഷ്ടപ്പെടുമോ, ഇത് വയർ കട്ട് ചെയ്തിട്ടാണോ ഇൻസ്റ്റാളേഷൻ ചെയ്യുക എന്നുള്ളതൊക്കെ. ഒരിക്കലുമില്ല. ഇത് ഓരോ വണ്ടിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള കിറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് വാറണ്ടിയുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്പെസിഫിക്കലി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കുള്ള അടുത്ത ഡൗട്ടാണ് എന്തിനാണ് ഡാഷ് ക്യാം ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അത് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ കാര്യം എന്നുള്ളത്, നിങ്ങളുടെ വണ്ടി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, നിങ്ങളുടെ വൈഫായിരിക്കാം, പാരൻസ് ആയിരിക്കാം, കുട്ടികളായിരിക്കാം. അതുകൂടാണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം, അതിൽ നിന്ന് നമുക്ക് സേഫ് ആവണമെങ്കിൽ നമ്മൾ ഇവരെ സേഫ് ചെയ്യാനുള്ള ആകെ ഒരു മാർഗം ഡാഷ് ക്യാം മാത്രമാണ്. കാരണം പല സാഹചര്യത്തിലും നമ്മൾ ഉണ്ടാക്കുന്ന ആക്സിഡൻ്റ് ആയിരിക്കില്ല, നമ്മുടെ വഴിക്ക് പല വണ്ടികളും വന്നിടിച്ചതിന് ശേഷം പല ആക്സിഡൻറ്റും സംഭവിക്കാറുണ്ട്. ഇതിന് നിങ്ങൾ ഭീമമായ തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതുകൂടാണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം കേസും കൂട്ടത്തിലേക്ക് വരെ വരാറുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ചെറിയ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ മൈൻഡ് സെറ്റും ഹാപ്പി ആക്കാനായിട്ട് സാധിക്കും. ഇത് കോടതി ആവശ്യങ്ങൾക്കോ പോലീസ് ആവശ്യങ്ങൾക്കോ നിങ്ങൾക്ക് ലീഗലി അപ്രൂവൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അടുത്തതായിട്ട് വരുന്നതാണ് പല ക്രിമിനൽ ആക്ടിവിറ്റീസും നമ്മുടെ ലൈഫിൽ നടക്കാറുണ്ട്. നമ്മൾ വണ്ടിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ പല ആളുകളും വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടുക, അതും ക്രിയേറ്റ് ചെയ്യാറുണ്ട് ആക്സിഡൻസ് ഒക്കെ. അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടുക, നഷ്ടപരിഹാരം ചോദിക്കുക, അതുപോലെ നമ്മളെ പിടിച്ച് അപമാനിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പല രീതിയിൽ നൈറ്റ് ഡ്രൈവ് ലോങ് ഒക്കെ പോവുകയാണ്, എസ്പെഷ്യലി നമ്മൾ തമിഴ്നാട് ഒക്കെ പോകുന്ന പല ആൾക്കാരും പറയാറുണ്ട് നമ്മളെ വണ്ടിയിലേക്ക് പല ഒബ്ജക്റ്റ് എറിഞ്ഞതിന് ശേഷം നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുക, അതുപോലെ നമ്മുടെ ഗോൾഡ് പിടിച്ചു പറിക്കാനായിട്ട് നോക്കുക, നമ്മുടെ ഫാമിലീനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതും ഒരു പ്രധാന സംഭവം തന്നെയാണ്. ഇതും സൊല്യൂഷനായിട്ട് നമ്മുടെ ഫാമിലിനെ സേഫ് ചെയ്യാനായിട്ട് ഒരു ഡാഷ് ക്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. നമ്മുടെ ആ ഫാമിലിനെ സേഫ് ചെയ്യാനും ആ ക്രിമിനൽസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും പണിഷ്മെൻറ്റ് ചെയ്യാനും നമ്മുടെ കയ്യിലൊരു ഡാഷ് ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ആ വണ്ടി, വളരെ ആഗ്രഹിച്ച് മേടിച്ച വണ്ടീനെ നമ്മൾ പല സ്ഥലത്തും പാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമ്പോൾ ചിലപ്പോൾ കാണാം നമ്മൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഒരു വര കാണാറുണ്ട്. ആരെങ്കിലുമൊക്കെ നമുക്ക് ഓരി വരച്ച് പോകും. ഇത് കൂടാണ്ട് നമ്മൾ ഏത് പാർക്കിങ്ങിലിട്ടാലും ആരെങ്കിലും വന്ന് നമ്മുടെ വണ്ടീനെ ഒന്ന് തട്ടി ബമ്പറിന്നൊക്കെ തട്ടി ഇടിച്ചൊക്കെ കംപ്ലൈൻറ്റ് വരുത്താറുണ്ട്. പലപ്പോഴും പല ഹെഡ്ലൈറ്റ്സും ഇതൊക്കെ പൊട്ടിക്കാറുണ്ട്. നമ്മുടെ വണ്ടിയുടെ ടെയിൽ ലൈറ്റ്, ഹെഡ്ലൈറ്റ്, ഗ്ലാസ് ഒക്കെ പൊട്ടിക്കുക, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സ്ക്രാച്ച് ആക്കുക, അതുപോലെ നമ്മുടെ വണ്ടിയുടെ മുകളിലേക്ക് പല കെമിക്കൽസ് ഉപയോഗിച്ച് പെയിൻറ്റ് ഫെയ്ഡാക്കുക, ഇതെല്ലാം കൂടാണ്ട് നമ്മുടെ വണ്ടീനെ പഞ്ചറാക്കുക, നമ്മുടെ വണ്ടി എവിടെയെങ്കിലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കാക്കി പല വണ്ടികളും പാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടീനെ നമ്മുടെ സേഫ് ആക്കാനും, അതുപോലെ പല ക്രിമിനൽസും നമ്മുടെ ഗ്ലാസ് പൊട്ടിച്ച് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പല ഡാറ്റാസ് ഉണ്ടായിരിക്കാം, ഫയൽസ് ഉണ്ടായിരിക്കാം, ഗോൾഡ് അല്ലെങ്കിൽ പല ക്യാഷിനെക്കാട്ടിയും കൂടുതൽ വാല്യൂ ഉള്ള നിങ്ങൾ വാല്യൂ ആയിട്ട് കരുതുന്ന പല സാധനങ്ങളും അത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു ഡാഷ് ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റഡ്ലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഓണറായിട്ടുള്ള ആൾക്കാരെ വന്ന് കാണുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഫീലിങ്സ് വളരെ വലുതാണ്. ഭയങ്കരമായിട്ട് വിഷമവും. കാരണം ഇത്രയും ആഗ്രഹിച്ച വണ്ടിയിൽ ആരാണ് ഇങ്ങനെ കോറി വെച്ചത്. പലപ്പോഴും പല നല്ല വണ്ടികൾ കാണുമ്പോഴും പല ആൾക്കാർക്കും ഒരു അഹങ്കാരം കൊണ്ട് തന്നെ അവരതൊരു ഇറിറ്റേഷൻ എന്നുള്ള രീതിയിൽ അത് സ്ക്രാച്ച് ആക്കി വിടാറുണ്ട്. ഇതൊക്കെ നമ്മൾ ആരാണ് ചെയ്തതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും വളരെ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്. ഇതിന് അടിപൊളി സൊല്യൂഷനാണ് ഒരു ചെറിയ ഡാഷ് ക്യാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ്.
കാരണം നമ്മുടെ സ്പേസിങ് ഏരിയ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലാറ്റിലോ ഹോസ്പിറ്റൽസോ മാളിലോ ഒക്കെ കണ്ടിന്യൂസ്ലി പാർക്കിംഗ് ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് പല നെയ്ബേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കുറച്ച് ഇറിറ്റേഷൻ ഉള്ള നിങ്ങളുടെ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ നമ്മുടെ വണ്ടീനെ പല രീതിയിൽ നമ്മൾ കംപ്ലയിൻറ്റ്സ് വരുത്താറുണ്ട്. ഈവൻ ഗ്ലാസ് പൊട്ടിക്കാറുണ്ട്. അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് കൂടാണ്ട് രാത്രി ഫുൾ ടൈമായിട്ട് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വണ്ടിയിൽ ഗ്ലാസ് കംപ്ലയിൻ്റ് ആക്കിയിട്ട് അതിന് ഗോൾഡ് അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് പല ഡാറ്റാസോ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ കവർ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ലൈഫിൽ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ, റിപ്പീറ്റഡ്ലി ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊരു ഡാഷ് ക്യാം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പല ന്യൂസ് പേപ്പറിലും പല ഇതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ കുറവാണെങ്കിൽ നോർത്ത് സൈഡിലൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടി നമ്മുടെ ചെക്കിങ്ങിന് പിടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറയണു. നമ്മൾ ഓൾറെഡി ഡ്രൈവിംഗ് മോഡിലായിരിക്കുന്ന സമയത്ത് തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യണു. ആ സമയത്ത് പല ആൽക്കഹോൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ നമ്മുടെ ഡിക്കിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വലിയ ഫൈൻസും പെനാൽറ്റിയൊക്കെ തരുന്നത്. നിങ്ങളുടെ കയ്യിലൊരു ഡാഷ് ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റഡ്ലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ അടുത്തായിട്ടുള്ള സംഭവമാണ് റോഡിൽ ഉണ്ടാവുന്ന അപമാനം, അതുപോലെ ഫ്രസ്ട്രേഷൻ. നമ്മൾ മാന്യമായിട്ട് സമാധാനത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ വണ്ടീനെ ഹരാസ് ചെയ്ത് ഹോൺ അടിച്ച് വെറുപ്പിക്കാറുണ്ട് പലരും, ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും. അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വേറെ വണ്ടി വന്നതിന് ശേഷം നമുക്ക് വണ്ടി കടത്തി വിടാൻ പറ്റാണ്ട് പല സമയം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പേസ് തരാണ്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരോ ആയിട്ടുള്ള ചെറിയ വഴികളിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ സൈക്കിളായിരിക്കാം, ചിലപ്പോൾ ബൈക്കായിരിക്കാം, ചിലപ്പോൾ വാഹനങ്ങളായിരിക്കാം, പെട്ടെന്ന് തന്നെ അവരെ ശ്രദ്ധ ഇല്ലാണ്ട് അവർ വഴിയിലേക്ക് കയറി വരും. നമ്മൾ തട്ടിണ്ടാവില്ല, പക്ഷെ നമ്മളെ ഇറങ്ങി വന്ന് അപമാനിക്കുക, വളരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുക. ഇതൊക്കെ ലൈഫിൽ ഒത്തിരി അപമാനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡാഷ് ക്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ റിപ്പീറ്റഡ്ലി ആവർത്തിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഫോട്ടോ മാലിട്ടിട്ട് നമ്മൾ ഭിത്തിയിൽ കാണാറുണ്ട്. കാരണം ഓപ്പോസിറ്റ് നിന്ന് റോങ് ഡ്രൈവ് ചെയ്ത് വരുന്ന ഹെവി വെഹിക്കിൾസും നോർമൽ വെഹിക്കിൾസും, അത് എടുത്ത് പറയേണ്ടത് ബസ്, ലോറിയൊക്കെയാണ്. ഇത് കൂടാണ്ട് ഗവൺമെൻറ് വെഹിക്കിളും വരാറുണ്ട്. പേര് ഞാൻ എടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും നിങ്ങൾ അനുഭവിക്കാറില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് റിലാക്സേഷന് വേണ്ടി പല ടൂറുകൾ, യാത്രകളൊക്കെ പോകാറുണ്ടായിരിക്കും. ഈ പോണ സമയത്ത് പല മോർണിംഗ് വൈബും നല്ല ഫോഗ് പിടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ പല പക്ഷികളും മൃഗങ്ങളൊക്കെ നമ്മൾ റണ്ണിങ്ങിൽ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ എടുത്ത് തരുന്ന സമയത്ത് അത് മിസ്സായി പോയിരിക്കും. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ, ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, ആ ഒരു ഹാപ്പി മൂമെൻറ്റ്സ് പിക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിത് എന്തായാലും അത്യാവശ്യമാണ്. അടുത്ത് ഡാഷ് ക്യാമറയിൽ എന്തൊക്കെ സ്പെക്ക് വേണം, അതെങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സ്പെക്കാണ് ജി സെൻസർ. നമ്മുടെ ഡാഷ് ക്യാമറയിൽ ജി സെൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എവിടെയെങ്കിലും നമ്മൾ പാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടി ഓഫ് ആണെങ്കിലും എന്തെങ്കിലും വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഡാഷ് ക്യാമറ വർക്ക് ചെയ്യുകയും അങ്ങനെ റെക്കോർഡ് കിട്ടുകയും ചെയ്യും. ഈ റെക്കോർഡ് ഉപയോഗിച്ച് നമ്മുടെ വണ്ടിയിലെ ആക്സിഡൻറ്റ് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതും അതുപോലെ തന്നെ അത് പണിഷ്മെൻറ്റ് ചെയ്യാനും ബാക്കി ലീഗൽ ഫോർമാലിറ്റിയിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ പ്രധാന സംശയമാണ് ഇതിന് എത്ര വാറണ്ടി കിട്ടും, എത്ര നാൾ ഇത് ഓടും, കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളത്. നമ്മൾ ചെയ്യുന്നത് പ്രീമിയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയത്തിൻ്റെ എല്ലാ ഫിറ്റോണ്ടും ഉള്ളതുകൊണ്ട് തന്നെ 1 ഇയർ തൊട്ട് 4 വർഷം വരെ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ്. 4 വർഷം നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഹാപ്പി ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാണ്ട് നമ്മൾ ചെയ്യുന്ന അതേ ബ്രാൻഡ് തന്നെയാണ് ഇപ്പോൾ മഹീന്ദ്രയിലും ബെൻസ് അതുപോലെ കിയയിലൊക്കെ അവരും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ മെമ്മറി കാർഡ്സ് അവൈലബിൾ ആണ്. ഈ മെമ്മറി കാർഡ്സിൽ നമുക്ക് റെക്കോർഡിംഗ് കിട്ടും. മൊബൈൽ ആപ്പിൽ കൂടാണ്ട് നമ്മുടെ മെമ്മറി കാർഡിലും റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. ഈ റെക്കോർഡിംഗ് ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മെമ്മറി കാർഡ് റിമൂവ് ചെയ്തതിനു ശേഷം പല കമ്പ്യൂട്ടറിലേക്കോ ഹാർഡ് കോപ്പി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മെമ്മറി കാർഡിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്താണ് ഉപയോഗിക്കും. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റാൻഡം ആയിട്ടായിരിക്കും റെക്കോർഡിംഗ് വരിക. അതായത് നമ്മുടെ CCTV ക്യാമറ, വീട്ടിൽ ഉപയോഗിക്കുന്ന CCTV ക്യാമറ പോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വരും. അതിനുശേഷം അടിയിലത്തെ വീഡിയോ ഡിലീറ്റായി പുതിയ റെക്കോർഡായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു റൊട്ടേഷനിലാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുള്ള ഡാറ്റാസോ വീഡിയോസോ വേണമെങ്കിൽ നമ്മളത് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇതാണ് അതിൻ്റെ ഓപ്ഷൻ. അതുപോലെ HD 4K ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായ വീഡിയോസിൻ്റെ ക്ലാരിറ്റി നമുക്ക് കിട്ടുക. അതുപോലെ ഞാൻ പറഞ്ഞു, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടൂറാണെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു ക്വാളിറ്റി എന്തായാലും വേണം. അടുത്ത സംഭവമാണ് നമ്മുടെ മൊബൈൽ ആപ്പ്. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ വൈഫൈ ഏരിയ വെച്ചിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ഈ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും അതുപോലെ നമുക്ക് സെൻഡ് ചെയ്യാനും സഹായിക്കും. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൽ നമ്മുടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, 24 hour റെക്കോർഡിംഗ് ഉള്ളത്. അതായത് നിങ്ങളുടെ വണ്ടിയുടെ അടുത്തായിട്ട് നിങ്ങളൊരു സെക്യൂരിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതേ പെർഫെക്ഷനോട് കൂടി 24 hour റെക്കോർഡിംഗ് ആയിരിക്കും ആ ഒരു സംഭവം.
നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും നിരീക്ഷിക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാണ്ട്, എന്തെങ്കിലും ആൾക്കാരെ നിരീക്ഷിക്കാനുണ്ടെങ്കിലും നിങ്ങളുടെ വണ്ടി ആ ഭാഗത്ത് കൊണ്ടുപോയിട്ടാൽ മാത്രം മതി. 24 ഹവറും അത് റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ കോമ്പാക്റ്റ്, നമ്മുടെ വണ്ടീനെ സേഫ്റ്റി ആയിട്ട് നമ്മുടെ പവർ ലോസ് ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യാനുള്ള കിറ്റും അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നിങ്ങളുടെ സംശയമായിരിക്കും പ്രൈസ് എങ്ങനെ വരും, ഏത് റേഞ്ചിലാണ് സ്റ്റാർട്ടിങ്, എന്താണ് എൻ്റെ ബഡ്ജറ്റ് എന്നുള്ളത്. നമ്മുടെ റേഞ്ച് തുടങ്ങുന്നത് നമുക്ക് ഏറ്റവും പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ 10,000 ബഡ്ജറ്റ് മുതൽ നമുക്കൊരു 75,000 വരെ ബഡ്ജറ്റ്. അതുപോലെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു ബിഗ് മിസ്റ്റേക്കാണ് വളരെ ചീപ്പസ്റ്റ് പ്രൈസിലേക്ക് പോകുക എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ, ഒരിക്കലും നിങ്ങൾ ചീപ്പസ്റ്റ് പ്രൈസിൽ നോക്കാണ്ട് നല്ലൊരു ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ബ്രാൻഡും നല്ലൊരു സംഭവം തന്നെ ചൂസ് ചെയ്യുക. കാരണം ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ പ്രൈസ് മാത്രം നോക്കിയിട്ടല്ല. കാരണം നിങ്ങൾ ഡാഷ് ക്യാം മേടിക്കുന്നത് ഒരു 20,000-നോ 10,000-നോ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അതൊരു മാറ്റം കൊണ്ടുവരുന്നത് അതൊരു 1 കോടി 2 കോടി വരെ ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. വെറും ഒരു 2,000-ന് 3,000-ന് 5,000-ന് അല്ല നോക്കേണ്ടത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസിന് സൊല്യൂഷനാണ്. അതിൻ്റെ കണക്ക് നോക്കിയാൽ അതൊരു വലിയൊരു എമൗണ്ട് തന്നെ വരും. അതുപോലെ വളരെ ചീപ്പസ്റ്റ് പ്രൈസ് നോക്കുന്ന, വളരെയധികം പ്രൈസ് കമ്പാരിസൺ ചെയ്യണ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബ്രാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ വേ വഴിയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. പലപ്പോഴും പല കസ്റ്റമേഴ്സും പല രീതിയിൽ ചീപ്പസ്റ്റ് പ്രൈസിലേക്ക് പോകുമ്പോൾ, കമ്പാരിസൺ നോക്കി പോകുമ്പോൾ പറയാനുള്ള ഒരു കാര്യമാണ് എനിക്ക്. കാരണം നമുക്ക് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു ചീപ്പസ്റ്റ് മെറ്റീരിയലിലേക്ക് ഇൻസ്റ്റാളേഷന് പോകാം. നിങ്ങളിടുന്ന വയറിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാം, നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സ്ക്രൂസിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാം. പ്രൊഫഷണൽ വേയോടുകൂടി ചെയ്യാണ്ട് വളരെ ചീപ്പസ്റ്റ് കോസ്റ്റുള്ള D ക്ലാസ് എംപ്ലോയീസിനെ വെച്ച് വർക്ക് ചെയ്യിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ബില്ലുകൾ പ്രോപ്പറായിട്ട് തരാണ്ടിരിക്കുക, അതായത് GST ബില്ലുകളൊന്നും ഇല്ലാണ്ട്, പ്രോപ്പർ ബില്ലിംഗ് ഇല്ലാണ്ട് നിങ്ങൾക്ക് തരാം. ഒരു 100% ഷുവറാണ് നിങ്ങളൊരു ചീപ്പസ്റ്റ് പ്രൈസിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ഇതൊന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചീപ്പസ്റ്റ് ക്ലാസ് സർവീസും അതുപോലെ തന്നെ ഒരു D ക്ലാസ് എംപ്ലോയീസിൻ്റെ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് ബില്ലും ഒന്നും പ്രൊവൈഡ് ചെയ്ത് കിട്ടില്ല. ഇതുകൊണ്ട് ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്, നിങ്ങളൊരു 1 ഇയറോ 5 ഇയറോ വാറൻറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്, ആ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിങ്ങൾ നടക്കേണ്ടി വരും. ഒരിക്കലും നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നതായിരിക്കില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ IT, അതുപോലെ തന്നെ നമ്മുടെ GST ആയിക്കോട്ടെ, നമ്മളെ പ്രോപ്പർ ബില്ലിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ A ക്ലാസ് എംപ്ലോയീസ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ പ്രൊഫഷണൽ വേയോടുകൂടി ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മളിന്ന് 12 ഇയേഴ്സായി നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ പറയുന്നില്ല 100% പ്രൊഫഷനോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത്. കാരണം ഇതൊരു മാൻ പവർ ആണ് ചെയ്യുന്നത്. എന്തായാലും ഇതിൽ എറേഴ്സ് വരാം. 80% നമ്മൾ പെർഫെക്ഷൻ ആയിരിക്കും. ബാക്കി 20% എന്ത് എറേഴ്സ് വന്നാലും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അത് ഏത് കാലം വരെയും നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% നിങ്ങൾക്ക് നൽകാനായിട്ട് ഇന്ന് കേരളത്തിൽ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്പർ 1 ആയിട്ട് ഡെൽറ്റ കാസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരുപാട് ചീപ്പസ്റ്റ് ക്വാളിറ്റി ഇട്ട് ഒരുപാട് പ്രൈസ് ഡിസ്കൗണ്ടും കൊടുത്ത് മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത പ്രൈസാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും നമുക്ക് സർവീസ് കൊടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മാർക്കറ്റിൽ കുറച്ച് പേർക്ക് മാത്രം പ്രീമിയം സർവീസ് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ സർവീസ് എത്ര കൊല്ലം കഴിഞ്ഞാലും അവരെ സപ്പോർട്ട് ചെയ്ത് സർവീസ് കൊടുക്കാനും ആ ഒരു ട്രസ്റ്റ് എന്നും ഉണ്ടായിരിക്കും. ഇപ്പോഴും ഇതൊക്കെ മനസ്സിലായിട്ടും ഡാഷ് ക്യാം ഇൻസ്റ്റാളേഷൻ ചെയ്യാത്ത കുറച്ച് പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുണ്ട്. അതിൽ നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യാനായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇത് എന്ത് വെച്ചാൽ എൻ്റെ ലൈഫിൽ മാറ്റം വരുന്നതുകൊണ്ട് അറിയുന്നതുകൊണ്ടല്ല, ടൈം ഇല്ലാത്തതുകൊണ്ടല്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി റെക്കോർഡായി കഴിഞ്ഞാൽ അതും എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 വർഷമോ 10 വർഷമോ 5 വർഷം മിനിമം നിങ്ങളായിട്ടുണ്ടാവും. ആ 5 വർഷത്തിലോ 20 വർഷത്തിലോ നിങ്ങൾ വണ്ടി ഓടിച്ച് ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 98% മറ്റുള്ളൊരു വണ്ടി വന്ന് നിങ്ങളുടെ മേലിടിച്ച് നിങ്ങളെ ഹരാസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ടെൻഷനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ അതിലൊരു മിനിമം 2% മാത്രമായിരിക്കും നിങ്ങൾ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ 98% ആക്സിഡൻറ്റിൻ്റെ പ്രശ്നം നിങ്ങളിപ്പോഴും തലയിലേറി ടെൻഷൻ അടിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുക. ഡിസ്ട്രീജിൽ കലിങ്ങൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസേൺ ഡെൽറ്റ കാസ്.